നമസ്കാരം മക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് 5 നന്നാവാൻ ഒന്നാവാം എന്ന പാഠഭാഗമാണ്. ഈ ചിത്രം എന്താ സൂചിപ്പിക്കുന്നത്? ചിത്രത്തിൽ ഒരു ആന കുഴിയിൽ കിടക്കുന്നത് കാണാം. ആനയ്ക്ക് ചുറ്റും ആളുകൾ നിൽക്കുന്നു. ആന വെള്ളത്തിലാണ് നിൽക്കുന്നത്. രണ്ടുപേർ വെള്ളം വറ്റിക്കാൻ ശ്രമിക്കുന്നു അല്ലേ? ചിലർ കയറുമായി വരുന്നു, മറ്റു ചിലർ കൈക്കോട്ടുമായി നിൽക്കുന്നു. JCB ഉപയോഗിച്ച് ആനയെ കരയിൽ കയറ്റാൻ മറ്റു ചിലർ ശ്രമിക്കുന്നു. മനുഷ്യർക്ക് മൃഗങ്ങളോടുള്ള സ്നേഹവും സഹായിക്കാനുള്ള നല്ല മനസ്സും ഈ ചിത്രം കാണിക്കുന്നു. ഈ ചിത്രം എന്താ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്? ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവരുടെ സഹപാഠിയെ വീൽചെയറിൽ പോകാൻ സഹായിക്കുന്നതാണ് അല്ലേ? നോക്കൂ, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഈ ലോകത്ത് എപ്പോഴും നന്മയുണ്ട് എന്ന വലിയ സന്ദേശമാണ് ഈ ചിത്രങ്ങൾ നൽകുന്നത്. അടുത്ത വാതിൽ. ഇവിടെ ഒരു 4 വരി കവിത തന്നിട്ടുണ്ട്, നോക്കാം. വലുതിന്നിര ചെറുതെന്നതു മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നത് തന്നെ നരധർമ്മം, ദൃഢമേബരുമിവിടെ സുഖമമരേണ്ടവരല്ലോ, സമഭാവന കൈക്കൊള്ളുക സമഭാവന ശരണം. ഇത് സഹോദരൻ അയ്യപ്പൻ എഴുതിയ സമഭാവന എന്ന കവിതയിലെ 4 വരി കവിതയാണ്. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം നോക്കാം. വലുതിന്നിര ചെറുതെന്നത് മൃഗജീവിത നിയമം. വലിയ ജീവികൾ ചെറിയ ജീവികളെ പിടിച്ച് തിന്നും. അതാണ് മൃഗങ്ങളുടെ ലോകത്തിലെ നിയമം. അടുത്ത വരി എന്താ? ചെറുതിൻ തുണ വലുതെന്നത് തന്നെ നരധർമ്മം. മനുഷ്യൻ മൃഗങ്ങളെപ്പോലെയാകരുത്. ചെറിയവരെയും ദുർബലരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നരധർമ്മം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധർമ്മം. ദൃഢമേവരും ഇവിടെ സുഖമമരേണ്ടവരല്ലോ. ഈ വരികളുടെ ആശയം, ഈ ലോകത്ത് ശക്തിയുള്ളവരും ഇല്ലാത്തവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കേണ്ടവരാണ്. സമഭാവന കൈക്കൊള്ളുക സമഭാവന ശരണം. എല്ലാവരും തുല്യരാണ് എന്ന ചിന്ത, സമഭാവന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സമഭാവനയുടെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യമാണ് കവിത പറഞ്ഞു തരുന്നത്. നമുക്കിനി പദപരിചയം നോക്കാം. നരൻ മനുഷ്യൻ, തുണ ആശ്രയം, ഏവരും എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും, അമരുക വസിക്കുക. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. ചിത്രവുമായി ബന്ധപ്പെട്ട ആരാണ് അവകാശി എന്ന കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ആ കഥയും ഈ കവിതയും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ആരാണ് അവകാശി എന്ന കഥ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഒരു ദിവസം സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ കൂടി ഒരു നദീതീരത്തേക്ക് പോകുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം അരയന്നങ്ങൾ പറന്നു പോകുന്നുണ്ടായിരുന്നു. അവയുടെ പറക്കലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പക്ഷി സിദ്ധാർത്ഥ രാജകുമാരൻ്റെ മുമ്പിൽ വീണു. അതിൻ്റെ ഒരു ചിറകിനടിയിൽ ഒരമ്പു തറച്ചിരുന്നു. സിദ്ധാർത്ഥ രാജകുമാരൻ അത് മെല്ലെ മാറ്റി പക്ഷിയുടെ മുറിവ് കെട്ടി അതിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ ബന്ധുവായ ദേവദത്തൻ അവിടെ ഓടിയെത്തി. താൻ അമ്പെയ്തു വീഴ്ത്തിയ പക്ഷിയെ എടുക്കാൻ ആയിരുന്നു അയാൾ വന്നത്. എന്നാൽ സിദ്ധാർത്ഥൻ മുറിവ് പറ്റിയ ആ പക്ഷിയെ കൊടുക്കാൻ തയ്യാറായില്ല. ആ പാവം പക്ഷിയുടെ ജീവൻ രക്ഷിച്ച തനിക്ക് അവകാശപ്പെട്ടതാണ് ആ പക്ഷി എന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. പക്ഷി സുഖം പ്രാപിച്ചപ്പോൾ സിദ്ധാർത്ഥൻ അതിനെ സ്വതന്ത്രമാക്കി. ഈ കഥയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദേവദത്തൻ അമ്പെയ്തു വീഴ്ത്തിയ അരയന്നത്തെ സിദ്ധാർത്ഥ രാജകുമാരൻ കാണുകയും അരയന്നത്തിൻ്റെ ചിറകിൽ തറച്ചിരുന്ന അമ്പ് എടുത്തു മാറ്റി പക്ഷിയുടെ മുറിവ് കെട്ടി അതിനെ ശുശ്രൂഷിച്ചു. അതിന് സുഖമായപ്പോൾ പറത്തിവിടുകയും ചെയ്യുന്നു അല്ലേ? ഇവിടെ തൻ്റെ സഹജീവികളോടുള്ള സ്നേഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരാണ് അവകാശി എന്ന കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ കഥയും ആരാണ് അവകാശി എന്ന കഥയും ഈ കവിതയും നമ്മൾ പഠിച്ച 4 വരി കവിതയുണ്ടല്ലോ, ഈ കവിതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നോക്കാം. സഹോദരൻ അയ്യപ്പൻ്റെ സമഭാവന എന്ന കവിതയും ആരാണ് അവകാശി എന്ന കഥയും ഒരേ ആശയമാണ് പറയുന്നത്. വലിയ ജീവികൾ ചെറിയ ജീവികളെ പിടിച്ചു തിന്നും. അതാണ് മൃഗങ്ങളുടെ ലോകത്തിലെ നിയമം. അവിടെ ശക്തിയാണ് വലുത്. മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ആകരുത്. ചെറിയവരെയും ദുർബലരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധർമ്മം. ഈ ലോകത്ത് ശക്തിയുള്ളവരും ഇല്ലാത്തവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കേണ്ടവരാണ്. എല്ലാവരും തുല്യരാണ് എന്ന ചിന്ത, സമഭാവന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എന്നതാണ് കവിതയുടെ ആശയം. ദേവദത്തൻ അമ്പെയ്തു വീഴ്ത്തിയ പക്ഷിയെ സിദ്ധാർത്ഥ രാജകുമാരൻ രക്ഷിക്കുകയും
ശേഷം അതിനെ സ്വതന്ത്രയാക്കി പറഞ്ഞയക്കുകയും ചെയ്യുന്നു. കഥയിൽ പറഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിലും നമുക്ക് സഹജീവികളോടുള്ള സ്നേഹവും സമഭാവനയും കാണാം. അടുത്ത് പഠിക്കേണ്ടത് വിരുന്നൊരുക്കാം. സമഭാവനയും സ്നേഹവുമാണ് ലോകത്തെ സുന്ദരമാക്കുന്നത്. മീനുക്കുട്ടി വിരുന്നൊരുക്കുന്നത് നോക്കൂ. പാവയൂണ്. പാവയൂണിനൊരുക്കാം നീ പോയി പറയേണ്ടവരെ വിളിച്ചോളൂ. പാറുകയായി മീനുക്കുട്ടി ഒരാളെയും വിടുവാൻ പാടില്ല. മുറ്റത്തെ പാഴില മാറ്റി തൂത്തു നിരത്തി വെടിപ്പാക്കി. സാരി നീട്ടി പന്തലുമിട്ടു നേരം കഴിയാറായല്ലോ. സാരമില്ല കളിയല്ലേ ഈ പാചകമൊരു കൺകെട്ടല്ലേ. പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും. കോരി വിളമ്പാൻ അമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു. കാല് വെന്തു നടക്കും നായ ആകെ നനഞ്ഞൊരു പെൺപൂച്ച. കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്സെത്തി. കൊമ്പുമുളയ്ക്ക കൊച്ചനൊരാട് പല്ലില്ലാത്ത മനുക്കുട്ടൻ. കുടമണി കെട്ടിയ ചെമ്പിച്ചി പയ്യരികെ താറാവിൻ കൂട്ടം. കോഴിക്കോട് തുറന്നൊരു കൂട്ടർ ചോണനുറുമ്പിൻ പടയോട്ടം. അണ്ണാർ കണ്ണൻ വേട്ടാളന്മാർ അരിമത്തുമ്പികൾ പൂമ്പാറ്റ. അമ്പായിപ്പായും പൂങ്കുരുവി പൂച്ചെണ്ടിലുറങ്ങും തേനീച്ച. ചവിറ്റിലക്കിളി മൈനകൾ മണ്ണിൽ കളിച്ചു തീരാ കുഴിയാന. പാവയൂണിന് പന്തിയൊരുങ്ങി പഴയ യശോദ പിറക്കുന്നു. ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്ക് പകയ്ക്കുന്നു. പറയുകയാണിത് കുറവായമ്മേ പലരും വരുവാനൊത്തില്ല. ഇവൾക്കു പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയിക്കാൻ. VM ഗിരിജ എഴുതിയതാണ് പാവയൂണ് എന്ന ഈ കവിത. നമുക്കിനി ഈ കവിതയുടെ ആശയം നോക്കിയാലോ. പാവയൂണിനൊരുക്കാം നീ പോയി പറയേണ്ടവരെ വിളിച്ചോളൂ. മണ്ണപ്പം ചുട്ടു മറ്റും കൂട്ടുകാർ കളിക്കാറില്ലേ? അതുപോലെ മീനുക്കുട്ടിയും കൂട്ടുകാരും കളിക്കുകയാണ്. ഊണ് കഴിക്കാൻ ആരൊക്കെയാണ് വിളിക്കേണ്ടത് അവരോട് പോയി പറഞ്ഞോളൂ എന്നാണ് മീൻകുട്ടി പറയുന്നത്. പാറുകയായി മീനുക്കുട്ടി ഒരാളെയും വിടുവാൻ പാടില്ല. സദ്യയുണ്ണാൻ ഒരാളെയും ഒഴിവാക്കാൻ പാടില്ല എന്നും പറയുകയാണ്. മുറ്റത്തെ പാഴില മാറ്റി തൂത്തു നിരത്തി വെടിപ്പാക്കി. സാരി നീട്ടി പന്തലുമിട്ടു നേരം കഴിയാറായല്ലോ. സാരമില്ല കളിയല്ലേ ഈ പാചകമൊരു കൺകെട്ടല്ലേ. അതായത് മുറ്റത്തെ ഇലകളൊക്കെ മാറ്റി മുറ്റം തൂത്തു വെടിപ്പാക്കി. അമ്മയുടെ സാരി വലിച്ചു കെട്ടി പന്തലിട്ടു. നേരം കഴിയാറായി. സാരമില്ല കളിയല്ലേ പാചകമൊരു കൺകെട്ടല്ലേ എന്ന് മീനുക്കുട്ടി പറയുകയാണ്. പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും. എന്തൊക്കെ കൊണ്ട് അവർ കളിക്കുന്നത്? പ്ലാവില കറുക ഉണക്കത്തോല് പൂവും കോലും ചെഞ്ചരലും വെച്ചൊക്കെയാണ് ഇവർ കളിക്കുന്നത്. കോരി വിളമ്പാൻ അമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു. കോരി വിളമ്പാനായിട്ട് അമ്മ വരുമ്പോൾ, അതായത് മീനുക്കുട്ടി വരുമ്പോൾ ആരൊക്കെയോ വന്ന് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് നിരന്ന് നിൽക്കുകയാണ്. ആരൊക്കെയാണെന്ന് നോക്കാം. കാല് വെന്തു നടക്കും നായ ആകെ നനഞ്ഞൊരു പെൺപൂച്ച. കാല് വെന്ത നായ നനഞ്ഞ പൂച്ച. കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്സെത്തി. അതായത് കാലൊടിഞ്ഞതും ഒരു കണ്ണില്ലാത്തതുമായ വയസ്സുള്ള, അതായത് പ്രായമുള്ള ഒരു കാക്ക. കൊമ്പുമുളയ്ക്ക കൊച്ചനൊരാട് പല്ലില്ലാത്ത മനുക്കുട്ടൻ. കൊമ്പുമുളയ്ക്കാത്ത കുഞ്ഞാട് പല്ലില്ലാത്ത മനുക്കുട്ടൻ. കുടമണി കെട്ടിയ ചെമ്പിച്ചി പയ്യരികെ താറാവിൻ കൂട്ടം. കോഴിക്കൂട് തുറന്നൊരു കൂട്ടർ ചോണനുറുമ്പിൻ പടയോട്ടം. കുടമണി കെട്ടിയ ചെമ്പിച്ചി പശു, താറാവുകൾ, കോഴികൾ, ചോണനുറുമ്പുകൾ. അണ്ണാർക്കണ്ണൻ വേട്ടാളന്മാർ അരിമത്തുമ്പികൾ പൂമ്പാറ്റ. അമ്പായിപ്പായും പൂങ്കുരുവി പൂച്ചെണ്ടിലുറങ്ങും തേനീച്ച. പിന്നെ സദ്യ കഴിക്കാൻ വരുന്നത് അണ്ണാൻ, വേട്ടാളന്മാർ, തുമ്പികൾ, പൂമ്പാറ്റകൾ, പൂങ്കുരുവി, തേനീച്ച. ചവിറ്റിലക്കിളി മൈനകൾ മണ്ണിൽ കളിച്ചു തീരാ കുഴിയാന. ചവിറ്റിലക്കിളികൾ, മൈനകൾ, കുഴിയാനകൾ ഇവരെല്ലാവരും മീൻകുട്ടിയുടെ സദ്യ കഴിക്കാൻ വരും. പാവയൂണിന് പന്തിയൊരുങ്ങി പഴയ യശോദ പിറക്കുന്നു. ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്ക് പകയ്ക്കുന്നു. ഇവിടെ മീനുക്കുട്ടി എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കാണുന്നു. വലിപ്പം കുറഞ്ഞതെന്നോ ഭംഗിയില്ലാത്തതെന്നോ അംഗവൈകല്യമുള്ളതെന്നോ പറഞ്ഞ് ഒരു ജീവിയെയും ഒഴിവാക്കുന്നില്ല. മനുഷ്യൻ, മൃഗം, പക്ഷി, പ്രാണികൾ എന്നിവയെല്ലാം അവൾക്ക് ഒരുപോലെയാണ്. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും സദ്യയ്ക്ക് നിരക്കുമ്പോൾ മീനുക്കുട്ടി അമ്മയായി സദ്യ വിളമ്പുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊണ്ട ശ്രീകൃഷ്ണൻ്റെ വളർത്തമ്മയായ യശോദയോടാണ് ഈ അമ്മയെ കവി ഉപമിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവികളും എത്തിയിട്ടുണ്ടല്ലോ. ഇവർക്കെല്ലാം നൽകാൻ ഭക്ഷണം തികയുമോ എന്നോർത്ത് ആ അമ്മ പകച്ചു നിന്നു. അടുത്ത 4 വരി നോക്കാം. പറയുകയാണിത് കുറവായമ്മേ പലരും വരുവാനൊത്തില്ല. ഇവൾക്ക് പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയിക്കാൻ. കുറച്ചു പേർ മാത്രമേ എത്തിയിട്ടുള്ളൂ. പലർക്കും വരുവാനൊത്തില്ല.
എന്ന് ആരോ പറഞ്ഞു. ഇനിയും ആളുകൾ വന്നാൽ അവരുടെ വയറ് നിറയാൻ മീനുക്കുട്ടിയുടെ സ്നേഹം നിറഞ്ഞ ചിരി മാത്രം മതിയല്ലോ എന്ന് കവി പറയുന്നു. അവളുടെ ചിരിയാകുന്ന ഒറ്റ വറ്റുകൊണ്ട് എല്ലാവരുടെയും വയറും മനസ്സും നിറയും എന്നാണ് കവി അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയുള്ള ചോദ്യങ്ങൾ നോക്കാം. കവിത താളമിട്ട് ചൊല്ലൂ. നിങ്ങൾ ഈ കവിത താളമിട്ട് ചൊല്ലുക. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മീനുക്കുട്ടി പറയുകയാണ്, ഇത് കുറവായമ്മേ, പലരും വരുവാനൊത്തില്ല. സദ്യക്ക് ഇനി ആരെല്ലാം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവികളുടെ പേരെഴുതി കൊടുക്കാം. ചിതൽ, ഈയൽ, ഓന്ത്, അട്ട, അടയ്ക്കാക്കുരുവി, പച്ചത്തുള്ളൻ, ഉപ്പൻ, മണ്ണിര, ഓന്ത്, ഒച്ച് ഇവയെല്ലാം വരുമെന്നാവാം പ്രതീക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന വരികൾ കണ്ടെത്തൂ. തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്തെന്ന് ചുരുക്കി എഴുതൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവൾക്ക് പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയിക്കാൻ എന്ന വരികളാണ്. എല്ലാവരെയും ഊണിന് വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവർക്കെല്ലാം എന്തു നൽകും എന്നോർത്ത് അമ്മ അമ്പരന്നു. എന്നാൽ എല്ലാവർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മറുപടി. വരുന്നവരെയെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ് മീനുക്കുട്ടി. അവളുടെ മനോഹരമായ പുഞ്ചിരി കൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സു നിറയും എന്നാണ് കവി പറയുന്നത്. അവളുടെ പുഞ്ചിരിയാകുന്ന ഒരു വറ്റുമതി എല്ലാവരുടെയും ഉള്ളു നിറയാൻ എന്നതിൽ മീനുക്കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ സൂചനയുണ്ട്. ഇത്രയുമാണ് മക്കളെ പാവയൂണ് എന്ന പാഠഭാഗവുമായിട്ടുള്ളത്. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം.